സ്വാഗതം ടോപ് 10ലേക്ക്. വി.ഡി. സർക്കാരിന്റെ നയം ഗവർണർ സഭയിൽ പ്രഖ്യാപിച്ചു. UDF നൽകിയ വാക്ക് അതായിരുന്നു നയപ്രഖ്യാപനത്തിന്റെയും ഉള്ളടക്കം. കേരളത്തെ പുതുയുഗത്തിലേക്ക് നയിക്കുമെന്നാണ് ഉറപ്പ്. പക്ഷേ അതിനുള്ള റൂട്ട് മാപ്പ് എവിടെയെന്നാണ് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അടക്കം ചോദിക്കുന്നത്. ചരിത്രത്തിലാദ്യമായി കേരള നിയമസഭയിൽ വന്ദേമാതരം ആലപിച്ചപ്പോഴും ഉണ്ടായി കല്ലുകടി. മുഖ്യമന്ത്രി വി.ഡി. സതീശൻ വാക്കാവർത്തിക്കുമ്പോഴും അതെല്ലാം നടപ്പാക്കി കാണാനുള്ള കാത്തിരിപ്പിലാണ് കേരളം. ഇന്നത്തെ വാർത്തകൾ സമഗ്രമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങൾ ഉൾപ്പെടെ ഭൂനിയമങ്ങൾ പരിഷ്കരിക്കുമെന്ന് UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. ആരോഗ്യ മേഖലയ്ക്ക് പ്രത്യേക ഊന്നൽ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവാവധി. അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധി. കേന്ദ്രത്തിന് വിമർശനമില്ല. ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നും വെറും വാക്കല്ലെന്നും മുഖ്യമന്ത്രി. നയരാഹിത്യ പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷം. നയപ്രഖ്യാപനത്തിന് വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം തള്ളി സർക്കാർ. പൂർണ്ണരൂപം വേണമെന്നില്ലെന്ന് മുഖ്യമന്ത്രി. പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ. സർക്കാർ നിലപാടിന് പിന്തുണച്ച് പ്രതിപക്ഷം. സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്കും CPM-നും കീഴടങ്ങിയെന്ന് BJP. ഗവർണർക്കൊപ്പം DGP സഭയിലെത്തിയതിലും വിവാദം. മാസപ്പടി കേസിലെ ED റെയ്ഡിൽ സർക്കാരിന് പങ്കില്ലെന്നും അന്വേഷണത്തിൽ ഇടപെടാനാകില്ല എന്നും മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഡീൽ ആരോപണം പരിഹസിച്ച് തള്ളി. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോൺ എടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. CMRL-നെതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ ED. വീണയ്ക്കുടൻ സമൻസ് അയക്കും. അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതി. ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിൽ 18 പ്രതികൾ റിമാൻഡ്. അധ്യാപക നിയമനത്തിന് ടെറ്റ് നിർബന്ധമാക്കിയത് പുനഃപരിശോധിക്കണമെന്ന ആവശ്യം സുപ്രീം കോടതി തള്ളി. യോഗ്യത നേടാനുള്ള സമയം 3 വർഷമായി ഭേദഗതി ചെയ്തു. 2028 ഓഗസ്റ്റിനുള്ളിൽ യോഗ്യത നേടണം. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന് കേന്ദ്രം സുപ്രീം കോടതി. DK ശിവകുമാറിനെ നാളെ കർണാടക മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കും. ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ട് DK. മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു പിന്നാലെ വിശ്വസ്തർക്ക് പദവികൾ ഉറപ്പാക്കാൻ സിദ്ധരാമയ്യ. അവകാശവാദം കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു. വെടിനിർത്തലിന് അന്തിമ കരാറിലേക്ക് ഇറാനും അമേരിക്കയും. ഹോർമൂസിൽ അമേരിക്കയുടെ കപ്പൽ ഉപരോധം നീക്കുമെന്ന ട്രംപ് ട്രൂത്ത് സോഷ്യൽ പോസ്റ്റിൽ. ഇറാൻ ആണവായുധം ഉണ്ടാക്കില്ലെന്നും ട്രംപ്. വൈറ്റ് ഹൌസിൽ അന്തിമ ചർച്ചകളിൽ US പ്രസിഡന്റ്. സംസ്ഥാനത്ത് മഴ ശക്തമാകുന്നു. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട്. പടിഞ്ഞാറൻ കാറ്റ് ദുർബലമായതോടെ കാലവർഷം എത്താൻ വൈകുന്നു. IPL ഫൈനലിലെത്താൻ രാജസ്ഥാൻ റോയൽസും ഗുജറാത്ത് ടൈറ്റൻസും. രാജസ്ഥാനെതിരെ ഗുജറാത്തിന് 215 റൺസ് വിജയലക്ഷ്യം. ലോകകപ്പ് ഫുട്ബോളിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. 26-അംഗ ടീമിനെ മെസ്സി നയിക്കും. മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ 73-കാരിയുടെ കാലിലെ പ്രധാന ഞരമ്പുകളും രക്തക്കുഴലുകളും മുറിഞ്ഞു. DMOയ്ക്ക് പരാതി നൽകി കുടുംബം. വീഴ്ച പരിശോധിച്ച് നടപടിയെന്ന് ആരോഗ്യമന്ത്രി. സ്റ്റോറി ഓഫ് ദി ഡേ. സൂക്ഷിക്കാം, സമ്മാനിക്കാം. ഇനി കാഞ്ചിയാറിന്റെ കരകൗശലം. ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വാർത്തയിലേക്കാണ് ആദ്യം പോകുന്നത്. മുൻ മന്ത്രി TU കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. കൂടുതൽ വിവരങ്ങളുമായി AT അശ്വതി ചേരുകയാണ്. അശ്വതി, ഏറെ നാളായി അദ്ദേഹം ചികിത്സയിലായിരുന്നു. എപ്പോഴായിരുന്നു അന്ത്യം സംഭവിച്ചത്? വിവരങ്ങൾ.
മുൻപ് കാലഘട്ടമാണ് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മുൻ മന്ത്രിയും കേരള കോൺഗ്രസ് നേതാവുമായ ടി.യു. കുരുവിള അന്തരിച്ചത്. ഈ മാസം 12-നാണ് അദ്ദേഹത്തെ ശ്വാസതടസ്സം അടക്കമുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്നു മുതൽ അദ്ദേഹം ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ തുടരുകയായിരുന്നു. അദ്ദേഹം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തിന്റെ നേതാവായിരുന്നു. ഒപ്പം തന്നെ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ പൊതുമരാമത്ത് മന്ത്രിയായിട്ടൊക്കെയുണ്ട്. അങ്ങനെ ഇദ്ദേഹത്തിന്റെ ഇന്ന് ഏറെ വൈകിയാണ് അദ്ദേഹത്തിന്റെ വിയോഗ വാർത്ത വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി വളരെ ഗുരുതരമായിരുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന്റെ മൃതദേഹം ഫ്രീസറിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാളെയാണ് കൊച്ചിയിൽ നിന്നും കോതമംഗലത്തേക്ക് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം കൊണ്ടുപോവുക. നാളെ വൈകിട്ട് 4 മണി മുതൽ വീട്ടിൽ പൊതുദർശനം ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. അതിനുശേഷം മറ്റന്നാളായിരിക്കും സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ആശുപത്രിയിലേക്ക് പൊതുപ്രവർത്തകരും അദ്ദേഹത്തിന്റെ ഏറ്റവും അടുത്ത കൊച്ചിയിലുള്ള അടുത്ത സഹപ്രവർത്തകരായിരുന്ന ആളുകളൊക്കെ ഈ വിയോഗ വാർത്ത അറിഞ്ഞ് എത്തി തുടങ്ങിയിട്ടേ ഉള്ളൂ. അല്പം മുൻപാണ് ഈ വിയോഗ വാർത്ത പുറത്തു വന്നത്. 9:15 ആയിരുന്നു അന്ത്യം സംഭവിച്ചത്. ഇപ്പോൾ ആളുകളെല്ലാം തന്നെ അങ്ങോട്ട് വരുന്നതേ ഉള്ളൂ. പ്രധാനപ്പെട്ട നേതാക്കൾ ആരും നിലവിൽ ഇവിടെ ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും നാളെ രാവിലെയോട് കൂടി തന്നെ എല്ലാവരും പൂർണ്ണമായും ഈ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തും. ഇപ്പോൾ ഈ മരണ വിവരം അറിഞ്ഞ് ഏറ്റവും അടുത്ത ആളുകളൊക്കെ തന്നെ ആശുപത്രിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഫ്രീസറിലേക്ക് മാറ്റിയിരിക്കുകയാണ്. നാളെ ആയിരിക്കും ഒരു പക്ഷേ നമുക്ക് കാണാനൊക്കെ സാധിക്കുക. എന്തായാലും നാളെ വൈകുന്നേരത്തോടു കൂടിയാണ് കൊച്ചിയിൽ നിന്ന് കോതമംഗലത്തേക്ക് കൊണ്ടുപോവുക എന്നാണ് നിലവിൽ തീരുമാനിച്ചിരിക്കുന്നത്. മറ്റ് വിശദാംശങ്ങൾ ഒക്കെ ഔദ്യോഗികമായിട്ട് അറിയിക്കുന്നതേ ഉള്ളൂ. ശരി അശ്വതി. മുൻ മന്ത്രി ടി.യു. കുരുവിള അന്തരിച്ചു. 89 വയസ്സായിരുന്നു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യമേറെ നാളെ അദ്ദേഹം ചികിത്സയിലായിരുന്നു. ഒരു കാലത്ത് കേരള കോൺഗ്രസിന്റെ ശ്രദ്ധേയ മുഖമായിരുന്നു ടി.യു. കുരുവിള. പഞ്ചായത്ത് പ്രസിഡന്റിൽ തുടങ്ങി സംസ്ഥാന മന്ത്രി വരെയായ ടി.യു. കുരുവിളയുടെ ജീവിതം സംഭവബഹുലമായിരുന്നു. ഒരു ആരോപണം മന്ത്രിസ്ഥാനത്തേക്ക് വഴി തുറന്നപ്പോൾ മറ്റൊരാരോപണവും കേസും മന്ത്രിസ്ഥാനം നഷ്ടമാക്കിയതും ചരിത്രമാണ്. കെ.എം. മാണി, ടി.യു. കുരുവിള, പി.ജെ. ജോസഫ് ഈ മൂവർ സംഘത്തിലെ പ്രധാനി. കേരള കോൺഗ്രസ് എന്ന മലയോര പാർട്ടിയെ അധികാരത്തിന്റെ ഇടനാഴികളിലെത്തിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിച്ച നേതാവാണ് ടി.യു. കുരുവിള. 1936 എറണാകുളം ജില്ലയിലെ കോതമംഗലത്ത് ജനനം. മികച്ച രാഷ്ട്രീയ പ്രവർത്തകൻ മാത്രമായിരുന്നില്ല, മികച്ച വിദ്യാർത്ഥിയും കർഷകനുമായിരുന്നു ടി.യു. കുരുവിള. സിവിൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ബിരുദധാരിയായ ടി.യു. കുരുവിള ഷെവലിയാർ പദവിയുള്ള ചുരുക്ക നേതാക്കളിൽ ഒരാൾ കൂടിയായിരുന്നു. സഭാ നേതൃത്വങ്ങളുമായി ഏറ്റവും അടുത്തു നിൽക്കുകയും സുപ്രധാന പദവികൾ വഹിക്കുകയും ചെയ്തിട്ടുണ്ട്. 1964 മുതൽ 78 വരെ കീരമ്പാറ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിരുന്നു. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാനായും ഹൗസിംഗ് ബോർഡ് ചെയർമാനായും ചുമതല വഹിച്ചു. 2 തവണ കോതമംഗലം നിയോജക മണ്ഡലത്തിൽ നിന്ന് MLA ആയി. 2006 വിമാനയാത്രാ വിവാദത്തെ തുടർന്ന് പി.ജെ. ജോസഫ് രാജിവെച്ചതോടെ അപ്രതീക്ഷിതമായി VS മന്ത്രിസഭയിലേക്ക് എത്തി. MLA ആയി എത്തി അതേ വർഷം തന്നെ മന്ത്രിസഭയിലേക്കും എത്തിയെന്നതും കൗതുകമായി. എന്നാൽ 2007 രാജകുമാരി ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തം. കേസെടുക്കലും അന്വേഷണവും മുന്നോട്ട് പോയതോടെ സെപ്റ്റംബർ 2 രാജിവെച്ചു. സാമ്പത്തിക ഇടപാട് രാഷ്ട്രീയാരോപണത്തിന്റെ ഭാഗമാണെന്ന് കേരള കോൺഗ്രസ് വാദിച്ചുവെങ്കിലും ടി.യു. കുരുവിളയുടെ രാഷ്ട്രീയ ജീവിതത്തിൽ അത് കരടായി മാറി. 2008 കേസിൽ തെളിവില്ലെന്ന് കേരള പോലീസ് കോടതിയെ അറിയിക്കുകയും ചെയ്തു. അടുത്ത 5 വർഷം കൂടി അദ്ദേഹം MLA ആയി തുടർന്നു. ജോസഫ് വിഭാഗം LDF വിട്ട് UDFിലേക്ക് എത്തിയപ്പോൾ 2016 ടി.യു. കുരുവിള പരാജയം അറിഞ്ഞു. ആന്റണി ജോൺ എന്ന CPMന്റെ യുവനേതാവ് 19,000-ലധികം വോട്ടുകൾക്ക് ടി.യു. കുരുവിളയുടെ സാമാജിക യാത്ര അവസാനിപ്പിച്ചു. പിന്നീട് സജീവ രാഷ്ട്രീയത്തിൽ നിന്ന് പതിയെ ടി.യു. കുരുവിള മാറി നിന്നു. ഒടുവിൽ വിശ്രമ ജീവിതം നയിക്കുമ്പോഴും കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യങ്ങളും നീക്കങ്ങളുമെല്ലാം സസൂക്ഷ്മം അദ്ദേഹം നിരീക്ഷിച്ചു പോന്നു. തന്റെ കയ്യിൽ നിന്ന് CPM പിടിച്ചെടുത്ത കോതമംഗലം മണ്ഡലം കേരള കോൺഗ്രസ് തിരിച്ചു പിടിച്ചതിന്റെ സന്തോഷവുമായാണ് ഒടുവിൽ അദ്ദേഹം യാത്രയായത്. അമൃത ന്യൂസ്, കൊച്ചി. ഒരു കാലത്ത് കേരള കോൺഗ്രസിന്റെ ശ്രദ്ധേയ മുഖങ്ങളിലൊന്നായ ടി.യു. കുരുവിളയാണിപ്പോൾ ഓർമ്മയായിരിക്കുന്നത്. വമ്പൻ പ്രഖ്യാപനങ്ങളുമായി VD സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവാവധി. അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധി. അങ്ങനെ സ്ത്രീ സൗഹൃദമാണ് പ്രഖ്യാപനങ്ങൾ.
നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. 1.25 മണിക്കൂർ നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ യാതൊരു വിമർശനവും ഉണ്ടായില്ല എന്ന് മാത്രമല്ല, അവരുമായി പരമാവധി സഹകരിക്കുമെന്നും പറയുന്നു. എന്നാൽ വ്യക്തമായ നയവും നിലപാടും സർക്കാരിനില്ല എന്നാണ് പ്രതിപക്ഷ വിമർശനം. 10 വർഷം പ്രതിപക്ഷത്തിലിരുന്ന ശേഷം ഭരണത്തിൽ വരുന്ന UDF സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപനം തികച്ചും ജനക്ഷേമവും വികസനത്തിലൂന്നിയതും സ്ത്രീ സൗഹാർദ്ദവുമായിരുന്നു. ആരോഗ്യ, വിദ്യാഭ്യാസ, ഭക്ഷ്യസുരക്ഷ, ക്രമസമാധാനം തുടങ്ങി ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്നതുൾപ്പെടെ സമഗ്ര മേഖലകളിൽ കരുതലും കൈത്താങ്ങും. നെൽവയൽ തണ്ണീർത്തട നിയമങ്ങളടക്കം ഭൂനിയമങ്ങൾ പരിഷ്കരിക്കും. ഭൂനിയമം മാറ്റാൻ കമ്മീഷനെ വെക്കും. സ്ത്രീകളെ ചേർത്ത് നിർത്തുന്ന നിരവധി പദ്ധതികൾ. സ്കൂൾ വിദ്യാർത്ഥിനികൾക്ക് 3 ദിവസം ആർത്തവ അവധിയും അസംഘടിത മേഖലയിൽ 6 മാസം പ്രസവാവധിയും. വനിതാ കർഷകർക്കായി കൺസോർഷ്യവും. KSRTCയിൽ സൗജന്യ യാത്രയും. On the very day it assumed office, my government declared its commitment to making free travel to in KSRTC buses across the state a permanent entitlement for women in Kerala. My government will provide rupees 1,000 per month to girl students in colleges to support their education. My government will raise the welfare pension to 3,000 rupees per month for all eligible beneficiaries. പ്രകടന പത്രികയിൽ പറഞ്ഞ ഇന്ദിരാ ഗ്യാരണ്ടി ഉൾപ്പെടെ എല്ലാ ജനപ്രിയ പദ്ധതികളും ഊന്നി പറഞ്ഞു. ലഹരിക്കെതിരെ സീറോ ടോളറൻസും ഓപ്പറേഷൻ തൂഫാനും ഗവർണർ വിശദീകരിച്ചു. കാർഷിക, വ്യാവസായിക, മത്സ്യമേഖലയിൽ ഉൾപ്പെടെ വിവിധ പദ്ധതികൾ. Under Mission Samudra, the sector will be strengthened through fleet modernization, the deepening of Janakiya Matsya Krishi. The excise department will be comprehensively modernized with enhanced enforcement capacity. അതേസമയം 75 മിനിറ്റ് നീണ്ടുനിന്ന നയപ്രഖ്യാപനത്തിൽ ഒരിടത്തുപോലും കേന്ദ്രത്തെ വിമർശിച്ചില്ല. അതുകൊണ്ട് തന്നെ നയപ്രഖ്യാപനം ഗവർണർ പൂർണ്ണമായും വായിക്കുകയും ചെയ്തു. എന്നാൽ കേന്ദ്ര നയത്തിനെതിരായ കാര്യങ്ങൾ പറയാതിരുന്നതിനെ വിമർശിച്ച പ്രതിപക്ഷം നയരാഹിത്യത്തിന്റെ പ്രഖ്യാപനമെന്നാണ് ആരോപിച്ചത്. കിഫ്ബി, ലൈഫ് മിഷൻ, കുടുംബശ്രീ ഉൾപ്പെടെ ഇടതു സർക്കാരിന്റെ വികസന പദ്ധതികളുടെ തുടർനീക്കങ്ങൾ ഒന്നും പ്രഖ്യാപനത്തിലില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ വിമർശിച്ചു. നമ്മുടെ നാടിന്റെ മുഖച്ഛായ മാറ്റുന്നതിന് ഇടയാക്കിയ കിഫ്ബി, കുടുംബശ്രീ, വിവിധ മിഷനുകൾ, ഇവയെക്കുറിച്ചെല്ലാം വല്ലാത്തൊരു മൗനം പാലിക്കുന്നതായിട്ട് കാണുന്നു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വളരെ സഹായകമായ സംവിധാനങ്ങളായിരുന്നു ഇവയല്ല. അവയോടുള്ള സമീപനം വ്യക്തമല്ല. 2, 3, 4 തീയതികളിലാണ് നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയ ചർച്ച. അമൃത ന്യൂസ്, തിരുവനന്തപുരം. വാക്ക് പാലിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ജനങ്ങളോട് എന്തൊക്കെ പറഞ്ഞുവോ അതൊക്കെ നടപ്പാക്കും. വെല്ലുവിളികളുണ്ട്, അതിനെ ജനാധിപത്യ രീതിയിൽ നേരിടും. കേരളത്തെ തുറമുഖ നഗരമാക്കും. ദക്ഷിണേഷ്യയിലെ വലിയ ഏവിയേഷൻ ഹബ്ബാക്കും. സഹകരണ മേഖലയിലെ വിശ്വാസ്യത വീണ്ടെടുക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അത് സർക്കാരിൻ്റെ നയങ്ങളുടെ പ്രതിഫലനമാണ്. കേരളം ഒരു പുതുയുഗത്തിലേക്ക് ചുവടുവയ്പ് നടത്തുകയാണ്. ഒരു പുതിയ കാലത്തിലേക്ക് കടന്നു വരികയാണ്. ആ നയ വ്യതിയാനവും ആ നയങ്ങളുടെ പ്രഖ്യാപനവുമാണ് ഇന്ന് ഗവർണർ നടത്തിയത്. അതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്. ഞങ്ങൾ തിരഞ്ഞെടുപ്പ് കാലത്ത് ജനങ്ങളോട് നൽകിയ വാഗ്ദാനങ്ങൾ പൂർണ്ണമായി നടപ്പാക്കും. എല്ലാ വെല്ലുവിളികളെയും ജനാധിപത്യപരമായ മാർഗത്തിലൂടെ അതിനെ മറികടന്ന്, അതിനെ അതിജീവിച്ച് ഈ പുതുയുഗത്തിലേക്കുള്ള യാത്ര തുടരും. നിങ്ങൾക്കറിയാം, 5 ഇന്ദിരാ ഗ്യാരണ്ടികളും പ്രഖ്യാപിച്ച് നടപ്പാക്കും. 2 തീരുമാനമെടുത്തു കഴിഞ്ഞു. ബാക്കിയുള്ളത് അതിൻ്റെ സാമ്പത്തികമായ മറ്റ് കാര്യങ്ങൾ കൂടി പരിശോധിച്ച്, ഗവൺമെൻറ് തലത്തിൽ പരിശോധിച്ച് VD സതീശൻ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ വന്ദേമാതരം ആലപിച്ചതിൽ പ്രതിപക്ഷ നേതാക്കൾ ആശങ്ക അറിയിച്ചിരുന്നു. അതുകൊണ്ടാണോ എന്തോ നയപ്രഖ്യാപനത്തിന് മുൻപും ശേഷവും നിയമസഭയിൽ വന്ദേമാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന ഗവർണറുടെ നിർദ്ദേശം പാലിക്കപ്പെട്ടില്ല. എന്തായാലും വന്ദേമാതരത്തിൽ ഉടക്കിയിരിക്കുകയാണ് ഗവർണറും സർക്കാരും. ആദ്യ ഭാഗങ്ങൾ മാത്രം ബാൻഡ് മേളമായി അവതരിപ്പിച്ചപ്പോൾ ആ അതൃപ്തി ഗവർണർ പരസ്യമാക്കി. ദേശീയഗീതം അവഹേളിക്കപ്പെടുന്നുവെന്നും സർക്കാർ ജമാഅത്തെ ഇസ്ലാമിയോട് കീഴടങ്ങിയെന്നും BJPയും പറയുന്നു. എന്നാൽ സർക്കാർ നിലപാടിനെ പ്രതിപക്ഷം പിന്തുണച്ചു.
വന്ദേ മാതരം പൂർണ്ണമായും ആലപിക്കണമെന്ന കേന്ദ്ര സർക്കാർ നിർദ്ദേശമുള്ളതിനാൽ ലോക്ഭവൻ ഇക്കാര്യം സർക്കാരിനെ അറിയിച്ചിരുന്നു. എന്നാൽ പൂർണ്ണമായും വായിക്കേണ്ടതില്ല എന്ന നിലപാട് മുഖ്യമന്ത്രി വി ഡി സതീശൻ സ്വീകരിച്ചു. ഇതേ തുടർന്ന് കേരള നിയമസഭയുടെ ചരിത്രത്തിലാദ്യമായി വന്ദേ മാതരം ആലപിക്കപ്പെട്ടു. ദേശീയ ഗീതത്തിന്റെ ആദ്യ ഭാഗങ്ങൾ മാത്രമാണ് ബാൻഡ് മേളമായി അവതരിപ്പിക്കപ്പെട്ടത്. അതിനുശേഷം ദേശീയ ഗാനം ആലപിച്ചു. നയപ്രഖ്യാപനം അവസാനിച്ചപ്പോഴും സമാന രീതിയിൽ വന്ദേ മാതരം ഭാഗികമായി ആലപിച്ചു. എന്നാൽ പൂർണ്ണമായും ആലപിക്കാത്തത് പ്രോട്ടോകോൾ ലംഘനമെന്ന് ഗവർണർ ചൂണ്ടിക്കാട്ടി. അതൃപ്തി ഗവർണർ പരസ്യമാക്കുകയും ചെയ്തു. ലോക്ഭവൻ നിർദ്ദേശിച്ചിട്ടും എന്തുകൊണ്ട് പൂർണ്ണമായും പാടിയില്ല എന്ന് സ്പീക്കറോട് ഗവർണർ ചോദിക്കുകയും ചെയ്തു. എന്നാൽ ഭാഗികമായി ആലപിച്ച സർക്കാർ നിലപാടിനെ പിന്തുണച്ചാണ് പ്രതിപക്ഷം രംഗത്ത് വന്നത്. 2 ഈരടികൾ ചൊല്ലുന്നതിൽ കുഴപ്പമില്ലെന്നും മുഴുവൻ പാടുന്നത് RSS അജണ്ടയെന്നും പിണറായി വിജയൻ പറഞ്ഞു. വന്ദേ മാതരം മുഴുവനായിട്ട് ആലപിക്കേണ്ട കാര്യമില്ല. അതിൽ നേരത്തെ തന്നെ വ്യക്തത വരുത്തിയിട്ടുള്ള കാര്യമാണ്. അതിലെ ആദ്യത്തെ 2 ഈരടികളാണ് ചൊല്ലേണ്ടത്. അതാണ് ഇവിടെ ചൊല്ലിയത്. ആ ചൊല്ലിയതിന് മറ്റ് തടസ്സങ്ങളില്ല. മറ്റത് മുഴുവൻ ചൊല്ലുക എന്നത് അത് RSS അജണ്ടയാണ്. അതേസമയം കടുത്ത വിമർശനമാണ് BJP നടത്തിയത്. ദേശീയ ഗീതം മുഴുവൻ പാടാത്തത് സർക്കാർ ജമാഅത്തെ ഇസ്ലാമിക്ക് വഴങ്ങിയതുകൊണ്ടാണെന്ന് വി മുരളീധരൻ ആരോപിച്ചു. വി ഡി സതീശൻ സർക്കാർ മാർക്സിസ്റ്റ് പാർട്ടിയുടെയും ജമാഅത്തെ ഇസ്ലാമിയുടെയും നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിക്കൊണ്ടാണ് ഈ തരത്തിലുള്ള ഒരു നിലപാടെടുത്തത് എന്ന് വളരെ വ്യക്തമാണ്. നേരത്തെ സത്യപ്രതിജ്ഞാ സമയത്ത് വന്ദേ മാതരം ആലപിച്ചത് വിവാദമായിരുന്നു. തന്റെ അറിവോടെ ആയിരുന്നില്ല എന്നാണ് മുഖ്യമന്ത്രി അന്ന് വിശദീകരണം നൽകിയത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ED റെയ്ഡിലെ ഡീൽ ആരോപണത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ ഇന്ന് മൗനം വെടിഞ്ഞു. എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമെങ്കിലും തനിക്ക് തരണമെന്നും ഒളിച്ചോടുന്ന ആളല്ല താനെന്നും പറയുകയാണ് അദ്ദേഹം. തുടർന്ന് മാധ്യമങ്ങളുടെ ആക്ഷേപങ്ങൾക്ക് സരസമായി വിശദീകരണവും നൽകി. ഞാൻ ആദ്യമായിട്ടാണ് നരേന്ദ്രമോദിയെ നേരിൽ കാണുന്നത്. ഞാൻ ഉടനെ തന്നെ പറഞ്ഞു, പിണറായി വിജയൻ്റെ വീടൊന്ന് റെയ്ഡ് ചെയ്യണം നാളെ ED കൊണ്ട്. അപ്പോൾ ഉടനെ മോഡി അപ്പം തന്നെ ഫോണെടുത്ത് കുത്തി. എന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ സതീശൻ വന്നിട്ട് ആദ്യമായിട്ടൊരു കാര്യം പറഞ്ഞ നാളെ രാവിലെ കംപ്ലീറ്റ് സ്ഥലത്ത് റെയ്ഡ് ചെയ്യണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു സ്ഥലത്ത് പോരാ, 12 സ്ഥലത്ത് ചെയ്യണം. ആ സതീശൻ പറഞ്ഞേക്കണത് 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്യാനാണ് പറഞ്ഞേക്കണത്. അങ്ങനെ 12 സ്ഥലത്ത് റെയ്ഡ് ചെയ്തു. ഇത് മുൻ മന്ത്രിമാരുൾപ്പെടെയുള്ള ആളുകൾ വരെ വന്ന് പത്രക്കാരോട് പറയുകയാണ്. ഞാൻ ചിരിക്കണോ അല്ലെ കരയണോ? ഈ പണ്ടേ ഈ കമ്മ്യൂണിസ്റ്റുകാരെ കുറിച്ചൊരു പരാതിയുണ്ട്, ബലം പിടുത്തം കൂടുതലാണ്, സ്റ്റിഫാണെന്ന്. അതൊക്കെ അയഞ്ഞ് അവർ തമാശ പറയാൻ തുടങ്ങിയല്ലോ. അതിലെനിക്കൊരു സന്തോഷമുണ്ട്, തമാശ പറയാൻ തുടങ്ങിയല്ലോ. മാസപ്പടി കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ചതായി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ വിജയനെ ഉൾപ്പെടെ വൈകാതെ ചോദ്യം ചെയ്തേക്കും. അതിനിടെ ED അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട് CMRL ഹൈക്കോടതിയെ സമീപിച്ചു. കേസിൽ ഇരട്ട അന്വേഷണത്തിന്റെ ആവശ്യമില്ല എന്നുള്ളതാണ് CMRL വാദം. ഹർജി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. അതേസമയം അടുത്ത ഘട്ടത്തിലായിരിക്കും UDF നേതാക്കളിലേക്ക് അന്വേഷണം എത്തുക എന്നാണ് വിവരം. മാസപ്പടി കേസിൽ കൂടുതൽ തെളിവുകൾ ലഭിച്ച പശ്ചാത്തലത്തിലാണ് CMRLനെതിരായ അന്വേഷണം വേഗത്തിലാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നീക്കം തുടങ്ങിയത്. പിടിച്ചെടുത്ത രേഖകളുടെ വിശദ പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ഫോൺ ഉൾപ്പെടെയുള്ളവ വിശദമായി പരിശോധിച്ചു വരികയാണ്. പരിശോധനയിൽ ഏതാനും നിർണായക രേഖകൾ കിട്ടിയതായാണ് വിവരം. കൂടുതൽ തെളിവുകൾ ഉറപ്പാക്കിയ ശേഷം ചോദ്യം ചെയ്യലിനായി വീണ വിജയനെ വിളിച്ചു വരുത്താനാണ് ED ഉദ്ദേശിക്കുന്നത്. തെളിവുകൾ ക്രോഡീകരിച്ച ശേഷം സമൻസ് അയക്കും. അതിനിടെ അന്വേഷണം ചോദ്യം ചെയ്ത് CMRL ഹൈക്കോടതിയെ സമീപിച്ചു. SFI അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സമാന്തര അന്വേഷണം നിയമവിരുദ്ധമാണെന്ന് CMRL ആരോപിക്കുന്നു. EDയുടെ തിരക്കിട്ട റെയ്ഡ് സ്വാഭാവിക നീതിയുടെ ലംഘനമെന്നും CMRL പറയുന്നു. 2 വർഷം മുൻപ് നൽകിയ ഹർജിയിൽ SFIO റിപ്പോർട്ട് വന്ന ഉടൻ തന്നെ സിംഗിൾ ബെഞ്ച് വിധി പറഞ്ഞു. ഹർജിക്കാർക്ക് മറുപടി നൽകാൻ പോലും സമയം ലഭിച്ചില്ല. EDക്ക് ഇപ്പോൾ അന്വേഷിക്കാൻ അധികാരമില്ലെന്നും CMRL ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ സാഹചര്യത്തിൽ സിംഗിൾ ബെഞ്ച് ഉത്തരവ് അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് ആവശ്യം. CMRLന്റെ അപ്പീൽ ഹൈക്കോടതി തിങ്കളാഴ്ച പരിഗണിച്ചേക്കും. അതേസമയം മറ്റു പേരുകളിലേക്ക് ഉടൻ അന്വേഷണം ഉണ്ടാകില്ല. ആദ്യഘട്ടത്തിൽ CMRL എക്സാലോജിക് ഇടപാടിൽ മാത്രം അന്വേഷണം നടത്താനാണ് ധാരണ. അടുത്ത ഘട്ടത്തിൽ UDF നേതാക്കളിലേക്ക് അന്വേഷണം എത്തും. മാസപ്പടി ഇടപാടുമായി ബന്ധപ്പെട്ട പേരുള്ള മുഴുവൻ നേതാക്കളുടെ വിവരങ്ങൾ എൻഫോഴ്സ്മെന്റ് പ്രാഥമികമായി ശേഖരിച്ചിട്ടുണ്ട്. അമൃത ന്യൂസ്, കൊച്ചി. തലസ്ഥാനത്ത് ED ഉദ്യോഗസ്ഥരെ ആക്രമിച്ച 18 CPM പ്രവർത്തകർ റിമാൻഡിൽ. ഇന്നലെ 7 പ്രതികളെ റിമാൻഡ് ചെയ്തിരുന്നു. പാളയം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയും മുൻ കൗൺസിലറുമായ IP ബിനു ഉൾപ്പെടെ 11 പേരെയാണ് ഇന്ന് റിമാൻഡ് ചെയ്തത്. പ്രതികൾ കല്ലുകൊണ്ടും ആയുധമുപയോഗിച്ചും ED ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിച്ചുവെന്നും പ്രതികൾക്ക് ക്രിമിനൽ പശ്ചാത്തലമുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പോലീസ് കോടതിയെ അറിയിച്ചു.
കേസിലെ മുഖ്യപ്രതിയായ ദിനകറിനെ ഇന്ന് അറസ്റ്റ് ചെയ്തു. ഇനി ആറ്റുകാൽ മുൻ കൗൺസിലർ ഉണ്ണി, പാളയം സന്തോഷ് എന്നിവരെ കൂടി പിടികൂടാനുണ്ട്. അധ്യാപകർക്ക് കേറ്റെറ്റ് നിർബന്ധമാക്കിയ വിധിക്കെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാണ് എന്ന് കോടതി വ്യക്തമാക്കി. നിലവിൽ സർവീസിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ കേറ്റെറ്റ് യോഗ്യത നേടണമെന്നത് 3 വർഷമായി കോടതി നീട്ടി നൽകി. അധ്യാപകർക്ക് ടീച്ചേഴ്സ് എലിജിബിലിറ്റി ടെസ്റ്റ് നിർബന്ധമാക്കിയ ഉത്തരവിനെതിരെയുള്ള പുനഃപരിശോധനാ ഹർജികൾ സുപ്രീം കോടതി തള്ളി. സംസ്ഥാന സർക്കാരുകളും വിവിധ അധ്യാപക സംഘടനകളും ഉൾപ്പെടെ 45 കക്ഷികളാണ് പുനഃപരിശോധനാ ഹർജികൾ നൽകിയിരുന്നത്. 2012 മുൻപ് സർവീസിൽ പ്രവേശിച്ച അധ്യാപകർക്ക് ടെറ്റ് നിർബന്ധമാക്കരുതെന്നും വിരമിക്കുന്നതുവരെ തുടരാൻ അനുവദിക്കണമെന്നുമായിരുന്നു ഹർജിക്കാരുടെ പ്രധാന ആവശ്യം. എന്നാൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ടെറ്റ് പാസ്സാക്കേണ്ടത് നിർബന്ധമാണെന്ന് ഹർജികൾ തള്ളിക്കൊണ്ട് ജസ്റ്റിസ് ദീപാങ്കർ ദത്ത അധ്യക്ഷനായ ബെഞ്ച് ഉത്തരവിട്ടു. അതേസമയം യോഗ്യതാ പരീക്ഷ പൂർത്തിയാക്കാൻ കൂടുതൽ സമയം ആവശ്യമാണെന്ന വാദം കോടതി അംഗീകരിച്ചു. നിലവിലുള്ള അധ്യാപകർ 2 വർഷത്തിനുള്ളിൽ ടെറ്റ് പാസ്സാക്കണമെന്ന ഉത്തരവിൽ മാറ്റം വരുത്തി. സമയപരിധി 1 വർഷം കൂടി നീട്ടി 3 വർഷമാക്കി. സുപ്രീം കോടതി ഉത്തരവ് പ്രകാരം നിലവിൽ സർവീസിലുള്ള ടെറ്റ് യോഗ്യതയില്ലാത്ത അധ്യാപകർ 2028 ഓഗസ്റ്റ് 31-നകം യോഗ്യത നേടണം. തുറന്ന കോടതിയിൽ വാദം കേട്ട ശേഷമാണ് സുപ്രീം കോടതി പുനഃപരിശോധനാ ഹർജികൾ തള്ളിയത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ NTA-ക്ക് വീണ്ടും സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം. യുവാക്കളെ നിരാശപ്പെടുത്തരുത് എന്ന് പറഞ്ഞ കോടതി കേന്ദ്ര സർക്കാരിനോട് 6 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കാനും ആവശ്യപ്പെട്ടു. നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകൾ ഉണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ കോടതിയിൽ അറിയിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ നടപടികളെ രൂക്ഷമായാണ് സുപ്രീം കോടതി വിമർശിച്ചത്. ചോദ്യപേപ്പർ ചോർച്ചയുടെ അന്വേഷണം എവിടെ വരെ എത്തിയെന്ന് ചോദിച്ച കോടതി യുവാക്കളെ ഇത്തരത്തിൽ നിരാശരാക്കരുതെന്നും വ്യക്തമാക്കി. പരീക്ഷകൾ നടത്തുന്നതിൽ UPSCയുടെ മാതൃകയും കോടതി ചൂണ്ടിക്കാട്ടി. വിഷയത്തിൽ വിശദമായ സത്യവാങ്മൂലം സമർപ്പിക്കാൻ ജസ്റ്റിസ് നരസിംഹാധ്യക്ഷനായ ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പരീക്ഷാ നടത്തിപ്പിൽ ഉത്തരവാദിത്വം ഉറപ്പാക്കണമെന്നും കോടതി കേന്ദ്രത്തോട് നിർദ്ദേശിച്ചു. അതേസമയം നീറ്റ് പുനഃപരീക്ഷയിൽ വീഴ്ചകളുണ്ടാകാതിരിക്കാൻ പ്രധാനമന്ത്രി നേരിട്ട് മേൽനോട്ടം വഹിക്കുന്നുണ്ടെന്ന് സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത കോടതിയെ അറിയിച്ചു. ജൂൺ 21-ന് നടക്കാനിരിക്കുന്ന പരീക്ഷയ്ക്കായി ചില പുതിയ സംവിധാനങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും കേന്ദ്രം വ്യക്തമാക്കി. ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ നീറ്റ് പരീക്ഷാ നടത്തിപ്പിൽ സമഗ്രമായ അഴിച്ചുപണി ആവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജികളിലാണ് കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കിയത്. കേസ് ജൂലൈ 2-ാം വാരം വീണ്ടും പരിഗണിക്കും. അമൃത ന്യൂസ്, ന്യൂഡൽഹി. കർണാടകയിലെ പ്രശ്നങ്ങളെല്ലാം ഒത്തുതീരുകയാണ്. DK ശിവകുമാറിനെ നാളെ കർണാടക മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചേക്കുമെന്നറിയുന്നു. DK ഡൽഹിയിലെത്തി നേതാക്കളെ കണ്ടു. മറുവശത്ത് മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിനു പിന്നാലെ കൂടെയുള്ളവർക്ക് പദവികൾ ഉറപ്പാക്കാനുള്ള ശ്രമത്തിലാണ് സിദ്ധരാമയ്യ. നാളെ ബംഗളൂരുവിൽ കോൺഗ്രസ് MLA-മാരുടെ പാർലമെന്ററി പാർട്ടി യോഗം നടക്കും. അതിനുശേഷം നിയമസഭാ കക്ഷി നേതാവായി DK ശിവകുമാറിനെ തെരഞ്ഞെടുക്കുമെന്നാണ് റിപ്പോർട്ട്. കർണാടക കോൺഗ്രസിലെ MLA-മാരോടെല്ലാം നാളെ ബംഗളൂരുവിൽ എത്തിച്ചേരാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും മറ്റ് മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ. पार्टी का डिसीजन अंतिम है. जो पार्टी बोलेगी, जो राहुल जी बोलेंगे, जो कारगिल साहब बोलेंगे, वो अंतिम है. तो जब बुलाया गया, जब क्या जो हाईकमांड ने जो बोला 24 घंटे में उन्होंने उसको इम्प्लीमेंट किया. അതിനിടെ മുഖ്യമന്ത്രി പദം ഒഴിഞ്ഞതിന് പിന്നാലെ വേണ്ടപ്പെട്ടവർക്ക് പരമാവധി സ്ഥാനങ്ങൾ നേടിയെടുക്കാനാണ് സിദ്ധരാമയ്യയുടെ ശ്രമം. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ 5 ആവശ്യങ്ങളാണ് സിദ്ധരാമയ്യ മുന്നോട്ട് വച്ചിരിക്കുന്നത്. മകൻ യതീന്ദ്രയെ പ്രധാനപ്പെട്ട വകുപ്പ് നൽകി മന്ത്രിയാക്കണമെന്നാണ് പ്രധാന ആവശ്യം. രാജ്യസഭാ തെരഞ്ഞെടുപ്പിലും നിയമനിർമ്മാണ കൗൺസിലേക്കുള്ള തെരഞ്ഞെടുപ്പിലും തന്റെ വിശ്വസ്തരായ ആളുകൾക്ക് സീറ്റ് നൽകണമെന്ന ആവശ്യവും മുന്നോട്ട് വച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്. ഹോർമൂസ് കടലിടുക്കിലെ നാവിക ഉപരോധം പിൻവലിക്കുമെന്നും ഇറാനുമായുള്ള കരാറിൽ അന്തിമ തീരുമാനമെടുക്കാൻ വെള്ളിയാഴ്ച യോഗം ചേരുമെന്നും അറിയിച്ചിരിക്കുകയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തെ വെടിനിർത്തലിന് US ഇറാൻ ധാരണയായി എന്ന റിപ്പോർട്ടിന് പിന്നാലെയാണ് ട്രംപിന്റെ പ്രഖ്യാപനം. ഹോർമൂസ് ഉടൻ തുറക്കണമെന്നും ടോൾ ഈടാക്കരുതെന്നുമുള്ള നിബന്ധനകൾ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഇറാൻ ആണവായുധം നിർമ്മിക്കാൻ പാടില്ല എന്നും ഇറാന്റെ യുറേനിയം ശേഖരം നശിപ്പിക്കുമെന്നും ട്രംപ് പറഞ്ഞു. ഇറാൻ ഇപ്പോൾ ഫണ്ട് കൈമാറില്ലെന്നാണ് സൂചന. എന്നാൽ തങ്ങൾക്ക് ഉറപ്പുകളിലോ വാക്കുകളിലോ വിശ്വാസമില്ലെന്നും പ്രവൃത്തികൾ മാത്രമാണ് അളവുകോലെന്നും അറിയിച്ചിരിക്കുകയാണ് ഇറാൻ പ്രതിനിധി.
സംസ്ഥാനത്ത് കനത്ത മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 10 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയും കോഴിക്കോട്, മലപ്പുറം, വയനാട് ജില്ലകളിലുമാണ് അലർട്ടുള്ളത്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കാണ് സാധ്യത. തെക്കൻ മധ്യ കേരളത്തിൽ പരക്കെ മഴയുണ്ടാകുമെന്നും ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 2 ദിവസത്തിനകം കാലവർഷം ലക്ഷദ്വീപിൽ എത്താൻ സാധ്യതയുണ്ടെന്നും പ്രവചനമുണ്ട്. IPL രണ്ടാം ക്വാളിഫയറിൽ രാജസ്ഥാൻ റോയൽസിനെതിരെ ഗുജറാത്ത് ടൈറ്റൻസിന് 215 റൺസ് വിജയലക്ഷ്യം. ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത രാജസ്ഥാൻ 6 വിക്കറ്റ് നഷ്ടത്തിൽ 214 റൺസ് നേടി 96 റൺസ് എടുത്ത വൈഭവ് സൂര്യവംശിയുടെ ബാറ്റിംഗ് മികവിലാണ് രാജസ്ഥാൻ മികച്ച സ്കോർ നേടിയത്. മറുപടി ബാറ്റിംഗിൽ ഗുജറാത്തിന് മികച്ച തുടക്കമാണ്. IPL മോശം പ്രകടനത്തിന് പിന്നാലെ ടീം ലക്നൗ സൂപ്പർ ജയൻസിന്റെ നായകസ്ഥാനമൊഴിഞ്ഞ ഋഷഭ് പന്ത്. കഴിഞ്ഞ 2 സീസണുകളിൽ 28 മത്സരങ്ങളിലായി വെറും 10 എണ്ണത്തിലാണ് LSGക്ക് ജയിക്കാനായത്. സ്ഥാനമൊഴിയാനുള്ള പന്തിന്റെ അഭ്യർത്ഥന ലക്നൗ ടീം മാനേജ്മെന്റ് ഔദ്യോഗികമായി അംഗീകരിക്കുകയായിരുന്നു. തങ്ങളുടെ ഔദ്യോഗിക എക്സ് ഹാൻഡിലൂടെയാണ് മാനേജ്മെന്റ് ഋഷഭ് പന്ത് നായകസ്ഥാനം ഒഴിഞ്ഞ കാര്യം അറിയിച്ചത്. IPL സീസണിലെ തങ്ങളുടെ അവസാന മത്സരത്തിന് മുന്നോടിയായി ആരാധകരോട് പരസ്യമായി ക്ഷമ ചോദിച്ച് പന്ത് രംഗത്തെത്തിയിരുന്നു. ലോകകപ്പ് ഫുട്ബോളിനുള്ള അർജന്റീന ടീമിനെ പ്രഖ്യാപിച്ചു. 26-അംഗ ടീമിനെ ലയണൽ മെസ്സി നയിക്കും. 2022 ജയിച്ച ടീമിലെ 17 പേരെയും ടീമിൽ ഉൾപ്പെടുത്തി. മാർക്കസ് എക്യൂനെ ഒഴിവാക്കി. 2022 ടൂർണമെന്റിന്റെ ഗോൾ കീപ്പറായി തിരഞ്ഞെടുക്കപ്പെട്ട എമിലിയാനോ മാർട്ടിനസും പ്രതിരോധക്കാരായ ലിസാൻഡ്രോ മാർട്ടിനസും ക്രിസ്ത്യൻ റൊമോറോയും ടീമിലുണ്ട്. ലോകകപ്പ് ടീം പ്രഖ്യാപനത്തിനുള്ള സമയപരിധിയുടെ അവസാനം വരെ സസ്പെൻസ് നിലനിർത്തിയാണ് അർജന്റീന പരിശീലകൻ ടീമിനെ പ്രഖ്യാപിച്ചത്. മെസ്സിയുടെ 6ാം ലോകകപ്പ് മത്സരമാണിത്. അൾജീരിയ, ഓസ്ട്രിയ, ജോർദാൻ എന്നിവർ ഉൾപ്പെടുന്ന ഗ്രൂപ്പ് ജെയിലാണ് അർജന്റീന. മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ഗുരുതര ചികിത്സാ പിഴവെന്ന് പരാതി. ശസ്ത്രക്രിയയ്ക്കിടെ കാലിലെ പ്രധാന ഞരമ്പുകളും രക്തക്കുഴലുകളും മുറിഞ്ഞതിനെ തുടർന്ന് വയോധിക ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലാണ്. നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനി 73 വയസ്സുള്ള പാർവതിയാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. കാലുവേദനയെ തുടർന്നാണ് നിലമ്പൂർ ചുങ്കത്തറ സ്വദേശിനിയായ 73-കാരി പാർവതി മഞ്ചേരി മെഡിക്കൽ കോളേജിൽ ചികിത്സ തേടുന്നത്. തുടർ പരിശോധനകൾക്ക് ശേഷം കഴിഞ്ഞ മെയ് 12-നായിരുന്നു ശസ്ത്രക്രിയ. എന്നാൽ ശസ്ത്രക്രിയ കഴിഞ്ഞയുടൻ പാർവതിക്ക് കാലിൽ അസഹ്യമായ വേദനയും നിറവ്യത്യാസവും അനുഭവപ്പെടുകയായിരുന്നു. ആരോഗ്യനില വഷളായതോടെ ഇവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ വിശദമായ പരിശോധനയിലാണ് പാർവതിയുടെ കാലിലെ രക്തക്കുഴലുകളുമായി ബന്ധപ്പെട്ട 1-ലേറെ ഞരമ്പുകൾ മുറിഞ്ഞതായി കണ്ടെത്തിയതെന്ന് ബന്ധുക്കൾ പറഞ്ഞു. ഇതുമൂലം കാലിലേക്കുള്ള രക്തയോട്ടം പൂർണ്ണമായി നിലച്ചതായി ചികിത്സിക്കുന്ന ഡോക്ടർമാർ അറിയിച്ചതായും ബന്ധുക്കൾ പറഞ്ഞു. മഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ ചികിത്സാ പിഴവാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണമെന്നും ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണമെന്നുമാണ് ബന്ധുക്കളുടെ ആവശ്യം. സംഭവത്തിൽ വിശദമായ അന്വേഷണം ആവശ്യപ്പെട്ട് മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് പരാതി നൽകി. അതേസമയം ആരോപണങ്ങളിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് അധികൃതർ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. പരാതിയുടെ അടിസ്ഥാനത്തിൽ ആരോഗ്യവകുപ്പ് ഉന്നതതല അന്വേഷണത്തിന് ഉത്തരവിട്ടേക്കുമെന്നാണ് സൂചന. അമൃത ന്യൂസ്, മലപ്പുറം. താരസംഘടനയായ അമ്മയിലെ തൊഴിൽ പീഡനാരോപണത്തിൽ വീണ്ടും പരാതി നൽകി ഓഫീസ് സ്റ്റാഫ് അതുല്യ. സിറ്റി പോലീസ് കമ്മീഷണർക്കും ലേബർ ഓഫീസർക്കുമാണ് പരാതി നൽകിയത്. നീനാക്കുറുപ്പ്, കുക്കു പരമേശ്വരൻ, ഉണ്ണി ശിവപാൽ എന്നിവർക്കെതിരെ ഫോൺ സംഭാഷണങ്ങളും ശബ്ദരേഖകളും അടക്കമാണ് പരാതി. നേരത്തെ ട്രഷറർ ഉണ്ണി ശിവപാലിനും ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരനുമെതിരെ തൊഴിൽ പീഡന പരാതി ഉന്നയിച്ച് അതുല്യ രംഗത്തെത്തിയിരുന്നു. അതിനിടെ അൻസിബ കൊടുത്ത പരാതി തുടർ നടപടിക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് DGPക്ക് കൈമാറി. അമ്മ ട്രഷറർ ഉണ്ണി ശിവപാലും നീനാക്കുറുപ്പും കുക്കു പരമേശ്വരനും തനിക്കെതിരെ ഗൂഢാലോചന നടത്തുന്നുവെന്നും ജീവന് ഭീഷണിയുണ്ടെന്നും ആരോപിച്ചാണ് അതുല്യ പരാതി നൽകിയത്. നേരത്തെ ജോലിയിൽ നിന്നും ജനറൽ സെക്രട്ടറി പുറത്താക്കിയ അതുല്യയെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി തിരിച്ചെടുത്തിരുന്നു. ജോലിയിൽ തിരിച്ച് പ്രവേശിച്ചതിന് പിന്നാലെ വീണ്ടും മാനസിക പീഡനവും ഭീഷണിയും ഉണ്ടായതായി അതുല്യ പറഞ്ഞു. അപ്പോൾ ഞാൻ ഈ തൊഴിൽ പീഡന പരാതി കൊടുത്തതിൻ്റെ പിന്നാലെ നീനാക്കുറുപ്പ് ഇതിന് മുന്നേ ഒരു ഓഡിയോ പുറത്തായിട്ടുണ്ടായിരുന്നു. അത് ഇവരുടെ കമ്മിറ്റിയിൽ നിന്ന് തന്നെ പുറത്തായിട്ടുള്ളൊരു ഓഡിയോ ആണ്. അത് ഞാൻ തെളിവായിട്ട് കമ്മിറ്റിയിൽ ഏൽപ്പിച്ച ഒരു ഓഡിയോ പുറത്തു വന്നിട്ടുണ്ട്. നീനാക്കുറുപ്പ് എന്നോട് സംസാരിച്ചിട്ട് ഞാൻ വിക്ടിം ഗെയിമായിരുന്നു കളിക്കേണ്ടിയിരുന്നത്,
അപ്പം ഞാൻ ലക്ഷ്മിപ്രിയ ചീത്ത വിളിച്ചപ്പോൾ ഞാൻ അതായിരുന്നു മോളെ ചെയ്തത് എന്നൊക്കെ പറയുന്നൊരു ഓഡിയോ ആണ്. അതുപോലെ മാധ്യമങ്ങളോട് സംസാരിച്ചതിന് ഒരുത്തനുമായിട്ട് ബന്ധമുണ്ടാക്കിയിട്ട് നാളെ വെർജിനാണെന്ന് പറഞ്ഞാൽ മതിയോ എന്നൊക്കെ ചോദിക്കുന്നൊരു ഓഡിയോ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. രണ്ടാമത് ജോലിയിൽ പ്രവേശിച്ച ശേഷമാണ് നീനാക്കുറുപ്പ് ഇത്തരത്തിലൊരു പരാതിയായിട്ട് പോയിട്ടുള്ളത്. ജോലിയിൽ പ്രവേശിച്ചു എന്ന് പറയാൻ പറ്റത്തില്ല, അവരത് റിവോക്ക് ചെയ്തു എന്ന് ന്യൂസ് പറഞ്ഞു. അപ്പോൾ അതിനുശേഷം വീട്ടിൽ വർക്ക് ഫ്രം ഹോം എന്നുള്ള രീതിയിൽ ഇരുന്നാൽ മതി, കുക്കു പരമേശ്വരനൊക്കെ ഇവിടെ ഉള്ളിടത്തോളം കാലം അവിടെ ഓഫീസിൽ സേഫ് അല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടാണ് ഞാൻ വീട്ടിലിരിക്കുന്നത്. അപ്പം എന്തെങ്കിലും അത്യാവശ്യം കമ്മ്യൂണിക്കേഷനും ഓഫീസിലേക്ക് ആവശ്യമായ നമ്പറുകളോ അങ്ങനെ എന്തെങ്കിലും ആവശ്യമുള്ളപ്പോൾ വിളിച്ച് ചോദിക്കുന്ന അല്ലാതെ പ്രത്യേകിച്ച് ജോലികളൊന്നും ഇല്ല നിലവിൽ. പുതിയതായി ജോലിക്ക് പ്രവേശിച്ചതിന് ശേഷം അമ്മയിലെ കാര്യങ്ങൾ ഒന്നും അറിയാറില്ല. തൊഴിൽ പീഡന പരാതി കൊടുത്തതിനു പിന്നാലെ തെളിവായി നൽകിയ ഓഡിയോ നീനാക്കുറുപ്പ് പുറത്തുവിട്ടു. ഉണ്ണി ശിവപാലിനെ രക്ഷിക്കാൻ കൂടെ നിൽക്കണമെന്ന് അമ്മയിലെ സെക്യൂരിറ്റിയോട് കുക്കു പരമേശ്വരൻ ആവശ്യപ്പെട്ടുവെന്നും പരാതിക്കാരി ആരോപിച്ചു. ഉണ്ണിയെ രക്ഷിക്കാൻ, അത് ഓഡിയോയിൽ പറയുന്നുണ്ട്, ഉണ്ണിയെ രക്ഷിക്കാൻ വേണ്ടി മുഹമ്മദ് ഞങ്ങളുടെ കൂടെ നിൽക്കണം എന്ന് കുക്കു പരമേശ്വരൻ ഇയാളോട് ആവശ്യപ്പെടുകയും ഞാൻ അയാളെ ഒരു ഹണി ട്രാപ്പിൽ പെടുത്തി എന്ന് അയാൾ പറയണമെന്ന് അയാൾക്ക് ട്രെയിനിങ് കൊടുക്കുകയും ഒക്കെയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഓഫീസിൽ നിന്ന് പോയ ശേഷം ഇയാളെ മുകളിൽ ഇവരുടെ ക്യാബിനിലേക്ക് വിളിച്ചിട്ട് ഡെയിലി ഇതെങ്ങനെ മുഹമ്മദ് ഇത് പ്രസന്റ് ചെയ്യണം എന്നുള്ളതിനുള്ള ട്രെയിനിങ്ങും കൂടി അയാൾക്ക് കൊടുക്കുന്നുണ്ടായിരുന്നു. അതേസമയം ടിനി ടോമിനും ലക്ഷ്മിപ്രിയക്കുമെതിരായ അൻസിബയുടെ പരാതിയിൽ പ്രത്യേക സമിതി രൂപീകരിക്കണമെന്ന ആവശ്യം അമ്മ പരിഗണിച്ചേക്കില്ല. എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തന്നെ വിഷയം പരിഹരിക്കാനാണ് നീക്കം. അമൃത ന്യൂസ്, കൊച്ചി.